കൃഷ്ണ ഗുരുവായൂരപ്പ. കർക്കിടകം രാശിയുടെ പുതുവർഷ ഫലം 2025 പറയാൻ പോകുന്നത്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ 4ാമത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. ഇപ്പോൾ വ്യാഴം 11-ലാണ്. അതുകൊണ്ട് ധനപരമായി വലിയ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ കടന്നു പോകുന്ന സമയമാണ്. പിന്നെ ശനി 8-ലാണ്, അതായത് അഷ്ടമശനിയാണ്. അതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ക്ലേശങ്ങളും ഉണ്ടാകും. എങ്കിലും വ്യാഴം, അതായത് ഈശ്വര അനുഗ്രഹമുള്ള കാരണം ഒരുവിധം പിടിച്ചു നിന്ന് കുഴപ്പമില്ലാതെ, അതായത് സമ്മിശ്ര ബലത്തോടു കൂടി ഗുണവും ദോഷവും ഒരുപോലെ പോകുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഈ സ്ഥിതി 2025 മാർച്ച് വരെ തുടരും. 2025 മാർച്ചിന് ശനി അഷ്ടമശനി എന്ന സ്ഥാനം വിട്ട് 9ാം ഭാവത്തിലേക്ക് പോകും. അത് താരതമ്യേന കുഴപ്പമില്ലാത്തൊരു സമയമാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ശനിയുടേതായി ഉണ്ടാവില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയ്യിൽ വ്യാഴം മാറുന്നുണ്ട്. അത് 11ാം ഭാവത്തിൽ നിന്ന് 12ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ വ്യാഴം 12-ൽ നിന്നാൽ ചെലവ് കൂടുമെന്നാണ് പറയുക. കുറച്ച് ഈശ്വരാധീനം കുറഞ്ഞിരിക്കുക ആ സമയത്ത്. അപ്പോൾ 2025 മെയ്യിൽ ശേഷം കുറച്ച് ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ചിലവ് കൂടുക എന്നുള്ളതാണ് പ്രധാനമായി നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഇപ്പോഴേ നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കുക. ചിലവ് ഇപ്പോഴേ തന്നെ നമ്മുടെ പരിധിയിൽ നിർത്തുക. വരുമാനങ്ങളൊക്കെ, ചിലവും സേവിങ് എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കുക. അപ്പോൾ ആ സമയം വല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോയിക്കോളും. പിന്നെ പ്രധാനമായും അപ്പോൾ ദോഷമുണ്ടാക്കുന്ന ഒരു ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വ്യാഴമാണ്. എന്നാൽ വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ ചിലവ് കൂടുന്നു, ഈശ്വരാധീനം ഇത്തിരി കുറവാണെന്നുള്ളൂ. എങ്കിലും നന്നായി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ ഉപാസിക്കുന്നത് വഴി വ്യാഴത്തിൻ്റെ ആനുകൂല്യം തികച്ചും കിട്ടുന്നതാണ്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, വ്യാഴത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, വ്യാഴത്തിൻ്റേതായ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗുരുവായൂർ പോയി തിരുമുടി മാല എന്ന വഴിപാടുണ്ട്. ആ വഴിപാട് ചെയ്യുക. എന്നിട്ട് തിരുമുടി മാല നമുക്ക് കിട്ടുന്നതാണ് പ്രസാദമായി. ആ തിരുമുടി മാല കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഒരു ശ്രീകൃഷ്ണന് ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയിൽ ഈ തിരുമുടി മാല ചാർത്തുക. എന്നിട്ട് ദിവസവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണെങ്കിൽ വ്യാഴത്തിൻ്റെ തടസ്സമൊന്നും ഉണ്ടാവില്ല. ഇത് 6 മാസത്തിലൊരിക്കൽ ചെയ്യാം. 6 മാസത്തിലൊരിക്കൽ ഗുരുവായൂർ തിരുമുടിമാല വഴിപാട് നടത്തുക. എന്നിട്ട് അവിടെ ചെല്ലുക, തിരുമുടിമാല വാങ്ങുക. എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ ഉപാസിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിൽ മാല ചാർത്തി എന്നും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ശരിക്കും വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗം. ഗുരുവായൂർ 6 മാസത്തിലൊരിക്കൽ ദർശനം നടത്തിയാൽ തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ ആ ദോഷമൊന്നും അനുഭവിക്കുകയില്ല. വ്യാഴം ശക്തമായാൽ മറ്റൊരു ഗ്രഹവും എത്ര കോപപ്പെട്ട് നിൽക്കുകയാണെങ്കിലും വല്ലാതെ പേടിക്കേണ്ട കാര്യമില്ല. വ്യാഴം സംരക്ഷിച്ചോളും, അതായത് ഈശ്വരൻ സംരക്ഷിച്ചോളും. അപ്പോൾ ഇത്രയുമാണ് കർക്കിടകം രാശിക്കാരുടെ. അപ്പോൾ ഇനി വരാനിരിക്കുന്നതും സമ്മിശ്ര ബലം തന്നെയാണ്. അതായത് വ്യാഴം പ്രതികൂലത്തിലും ശനി അനുകൂലത്തിലും. ഇപ്പോൾ നേരെ തിരിച്ചാണെന്ന് മാത്രം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകും. അപ്പോൾ ഭഗവത് ഭജനം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴിയും കാണാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.